ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് ഫസ്റ്റ് പേജിൽ മെയിൻ ന്യൂസ് ആണ്. 5,000 ട്രൂപ്സ് ഓഫ് സെൻട്രൽ ഫോഴ്സസ് ഫോർ മണിപ്പൂർ ടു ക്വൽ വയലൻസ് എന്ന് പറയുന്ന ന്യൂസാണ്. നമുക്കറിയാം മണിപ്പൂർ കത്തുകയാണെന്നുള്ള കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണെന്നല്ല. മണിപ്പൂരിലെ എത്നിക് കോൺഫ്ലിക്റ്റ് ഒരു 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. മെയ്റ്റി കമ്മ്യൂണിറ്റിയും കുക്കി കമ്മ്യൂണിറ്റിയും എന്ന് പറഞ്ഞാൽ അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റീസ് തമ്മിൽ. അപ്പം അത് വീണ്ടും വലിയ പ്രശ്നമായിട്ട് ഒന്ന് ശാന്തമായിരുന്നിട്ട് വീണ്ടും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ആ സ്റ്റേറ്റിലെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഫെയിലുവർ ആയിരിക്കുകയാണ്. എൻ ബീരേൻ സിംഗിനുള്ള പിന്തുണ അവിടുത്തെ അവരുടെ സഖ്യകക്ഷിയായ NPP എന്ന് പറയുന്ന പാർട്ടി പിൻവലിച്ചു. NPP എന്ന് പറയുന്നത് മേഘാലയയുടെ ചീഫ് മിനിസ്റ്ററിന്റെ പാർട്ടിയാണ്. മേഘാലയ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ മറ്റൊരു സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ കൊൺറാഡ് സക്മയാണ്. കൊൺറാഡ് സക്മ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഈ NPP, നാഷണൽ പീപ്പിൾസ് പാർട്ടി. അവര് BJP സർക്കാരിനുള്ള പിന്തുണയൊക്കെ പിൻവലിച്ചു. ബട്ട് സ്റ്റിൽ BJP ഹാസ് ദ മെജോറിറ്റി ദർ, സോ ദ ഗവൺമെന്റ് ഈസ് അണ്ടർ നോ ത്രെറ്റ്, ദേ വിൽ സർവൈവ്. പക്ഷേ ഈ ഗവൺമെന്റ് സർവൈവ് ചെയ്യണമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കാരണം ഈ ഗവൺമെന്റിനെ പിരിച്ചു വിട്ടിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം, പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തേണ്ട സമയമായില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിൽ ഉണ്ട്. അതിലേക്ക് പോകുമ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ന്യൂസിൽ മറ്റൊന്നും പറയാനില്ല ഫ്രണ്ട് പേജിൽ. പിന്നെ അവിടെ തന്നെ മറ്റൊരു ന്യൂസ് കാണാം. വിൽ സീക്ക് ഹസീനാസ് എക്സ്ട്രഡിഷൻ സെയ്സ് യൂനിസ് എന്ന് പറയുന്ന മറ്റൊരു ന്യൂസ്. യൂനിസ് ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, മുഹമ്മദ് യൂനിസ്. ഹസീനയെ മനസ്സിലായി കാണും, ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്ററായിട്ട് വർഷങ്ങളോളം തുടർന്ന ഷെയ്ഖ് ഹസീനയെ ഈ ഇടയ്ക്ക് അവിടെ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടായപ്പോൾ അവിടെ ഒരു ജനകീയ പ്രക്ഷോഭത്തിൽ കൂടി പുറത്താക്കുകയും ഹസീന ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യ ഹസീനയ്ക്ക് പൊളിറ്റിക്കൽ അസൈലം കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഹസീനയുടെ എക്സ്ട്രഡിഷൻ, ഹസീനയുടെ തിരിച്ച് ബംഗ്ലാദേശിലേക്കുള്ള കൊണ്ടുപോകൽ ആവശ്യപ്പെടും. ഇപ്പോ ബംഗ്ലാദേശിന്റെ ഇന്റരിം ഗവൺമെന്റിന്റെ ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂനിസ് എന്നാണ് അദ്ദേഹം ഇന്നലെ ഹിന്ദു ന്യൂസ് പേപ്പറിന് കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. മുഹമ്മദ് യൂനിസ് ഇപ്പോ ബംഗ്ലാദേശിന്റെ ഇന്റരിം ഗവൺമെന്റിന്റെ ചീഫ് അഡ്വൈസർ ആണെങ്കിലും അദ്ദേഹം മൈക്രോ ഫിനാൻസിങ്ങിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഹീസ് എ നോബൽ ലോറിയറ്റ്. ഹി വൺ നോബൽ പ്രൈസ് ഫോർ പീസ് ഫോർ ഹിസ് പയനിയറിംഗ് എഫേർട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മൈക്രോ ഫിനാൻസിങ്ങിന്റെ ഫാദർ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് യൂനിസ് ആണ്. ഇത്രയാണ് ഫ്രണ്ട് പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിലെ ആദ്യത്തെ സ്റ്റേറ്റ്സ് പേജിൽ നമുക്കൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. അതിനടുത്ത സ്റ്റേറ്റ്സ് പേജിലേക്ക് പോവാം. അതിനടുത്ത സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ TNCM calls for increasing share of states in divisible pool of taxes to 50% എന്നൊരു ന്യൂസ് കാണാം. അതെന്താണെന്ന് ഞാൻ പറയാം. അവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണാം. തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്ററായ MK സ്റ്റാലിൻ 16th ഫിനാൻസ് കമ്മീഷന്റെ ചീഫായ അരവിന്ദ് പനഗരിയുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. 16th ഫിനാൻസ് കമ്മീഷൻ, 16ാം ധനകാര്യ കമ്മീഷന്റെ ചീഫാണ് അരവിന്ദ് പനഗരിയ. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ഈ സ്റ്റാലിന്റെ ഫോട്ടോ കാണുന്നത്. ഇപ്പോൾ നിലവിൽ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സസ് ലേക്ക് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത്, സ്റ്റേറ്റിന്റെ ഷെയർ ഫ്രം ദ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സസ് is 41%. That is as per the recommendation of the 15th Finance Commission of India. 15th Finance Commission of India recommendation അനുസരിച്ച് 41% of divisible pool of taxes states are getting from that divisible pool of taxes. 41%. Okay, divisible pool of taxes നിന്ന് 41% ആണ് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത് as per the recommendation of the 15th Finance Commission. Now the 16th Finance Commission came into force and its chairperson is Arvind Panagaria. So Tamil Nadu Chief Minister MK Stalin is demanding at least 50% from the divisible pool of taxes to the state as a share. Currently it is 41%. അപ്പം ആ ഒരു ന്യൂസ് അവിടെ കാണാം. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിർമ്മല, അത് വീണ്ടും സ്റ്റേറ്റ്സ് പേജ് ആണ്. ആ പേജിൽ നമുക്കൊരു ന്യൂസ് കാണാം. നിർമ്മല അലൈസ് ഗ്രോത്ത് ഡിപ് വറീസ് ബാറ്റ്സ് ഫോർ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്നൊരു ന്യൂസ് ആണ്. അത് നിർമ്മല സീതാരാമൻ SBIയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ലാർജസ്റ്റ് ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ റീസെന്റ് നമ്മളെ എക്കോണമി, എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വലിയ ഇടിവുണ്ടാവുന്നു. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയിട്ട് വരുന്നു എന്നുള്ളൊരു വിവരം വന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പാനിക്കായി. ഒപ്പം ഗോൾഡിന്റെ പ്രൈസസ് കുറയുന്നു, ഡോളർ റുപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ആവുന്നു. ഇതൊക്കെ അതുപോലെ നമ്മളുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള FPIs, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്,
ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നൊക്കെ സെല് ചെയ്തിട്ട് അവർ ചൈന പോലുള്ള മാർക്കറ്റുകളിലേക്ക്, അമേരിക്ക പോലുള്ള മാർക്കറ്റുകളിലേക്കും തിരികെ പോകുന്നു. ഇതൊക്കെ ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ അവർ പറയാന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ബാധിക്കില്ല. കാരണം നമ്മൾ ഗ്ലോബലി ഇപ്പോഴും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി നമ്മളാണ്. മൂഡീസിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ അത് ഞാനും വായിച്ചിരുന്നു ഹിന്ദുവിൽ. ഡേ ബിഫോർ യെസ്റ്റർഡേ മൂഡീസ് predicted that Indian GDP will grow at the rate of 7.2% in this current financial year. ഇന്ത്യക്ക് അങ്ങനെ വലിയ പേടിക്കാനൊന്നും ഇല്ലെന്നാണ് മൂഡീസ് എന്ന് പറയുന്ന ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലേറ്റസ്റ്റ് PMI ഡേറ്റ ഫോർ മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ്. PMI എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ദാറ്റ് ഈസ് എ ഡാറ്റ ടു ഷോ ദ growth of industrial sector, especially they are actually showing the growth of both manufacturing and services sector, and these two indicators, PMI for manufacturing and PMI for services, both are showing strong growth. അതുപോലെ തന്നെ മറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസും എല്ലാം വളരെ സ്ട്രോങ് ആണ്. നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണയ കരുതൽ ശേഖരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനാണ്. അപ്പം ഓവറോൾ നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അതൊക്കെ ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന സൈക്ലിക്കൽ ഉണ്ടാകുന്ന ചില ഡിപ്പുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അതവിടെ കാണാം. പിന്നെ ഒന്നും ആ പേജിൽ നമുക്ക് ആവശ്യമുള്ളതില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ വീണ്ടും സ്റ്റേറ്റ്സ് പേജാണ്. സ്റ്റേറ്റ്സ് പേജിൽ CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. CJI recuses himself from hearing case on felling trees in Delhi's Ridge എന്ന് പറയുന്ന ന്യൂസാണ്. CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അദ്ദേഹം പല കേസുകളും കേൾക്കാർ ഉള്ള ന്യായാധിപനാണ്, ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ജഡ്ജ്. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും കേസ് പിന്മാറി നിൽക്കുകയാണെങ്കിൽ അത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാതിരിക്കാനാണ് ചില കേസുകൾ ഒരു കേൾക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഏത് ബെഞ്ചിലേക്ക് ഏത് കേസ് പോകണം എന്ന് തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അല്ലാതെ ചീഫ് ജസ്റ്റിസിന് വേറെ പ്രത്യേകിച്ച് പവറുകളൊന്നുമില്ല. ഇപ്പൊ ഒരു ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസും കൂടെ ചേർന്ന ഒരു ബെഞ്ചാണ് ഒരു കോടതിയിൽ ഒരു കേസിൽ വിധി ന്യായം പുറപ്പെടുവിക്കുന്നത് കരുതുക. അപ്പം അതില് ഇപ്പോ ചീഫ് ജസ്റ്റിസ് പറയുന്ന വിധിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ഭൂരിപക്ഷം എന്ത് വിധി പറയുന്നു അതായിരിക്കും ആ വിധിയുടെ വിധി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 5 പേരുള്ള ഒരു ബെഞ്ചാണ് ഒരു കേസിന്റെ വിധി നിർണ്ണയിക്കുന്നത്. അതിൽ 3 പേര് ചീഫ് ജസ്റ്റിസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്താൽ ചീഫ് ജസ്റ്റിസിന്റെ സ്റ്റാൻഡിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം അവിടെ വരില്ല. അതുകൊണ്ട് തന്നെ കേസുകളുടെ വിധി പറച്ചിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ചീഫ് ജസ്റ്റിസിന് പ്രത്യേകിച്ച് യാതൊരു importance illa. He is like any other judges of Supreme Court. The only one thing is he is the master of the roster. He will decide which case should go to which judge. ഏത് കേസ് ഏത് ജഡ്ജിന് പോകണമെന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ അതിലുള്ള പ്രാധാന്യം. സഞ്ജീവ് ഖന്ന ഇസ് ദ കറന്റ് ചീഫ് ജസ്റ്റിസ്, 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ലഗച്ചാർല ട്രൈബൽ പീപ്പിൾ മീറ്റ് ഹെഡ്സ് ഓഫ് NHRC, വിമൻസ് കമ്മീഷൻ ഇൻ ഡൽഹി എന്നൊരു ന്യൂസ് കാണാം. അപ്പൊ അത് ആ വിഷയമൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് തെലങ്കാന മേഖലയിലൊക്കെ ഉള്ള ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ എനിക്കവിടെ പറയാനുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെയും അതുപോലെ നാഷണൽ വിമൻസ് കമ്മീഷന്റെ രണ്ടിന്റെ ചീഫ് വിമൻ ആണ്, സ്ത്രീകളാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ താൽക്കാലിക ചെയർപേഴ്സൺ വിജയ ഭാരതി സയാനിയാണ്. അവരുടെ പേരൊക്കെ എവിടെയുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC ചെയർപേഴ്സൺ വിജയ ഭാരതി സയാനി ആൻഡ് നാഷണൽ വിമൻസ് കമ്മീഷൻ NWC അതിന്റെ ചീഫ് എന്ന് പറയുന്നത് എഗെയിൻ വിജയ എന്ന പേര് സ്റ്റാർട്ട് ചെയ്യുന്ന വിജയ കിഷോർ രഹാത്കർ. വിജയ കിഷോർ രഹാത്കർ is the chief of National Women Commission NWC. NWC അല്ല NCW. Sorry, I am very sorry about that. National Commission for Women എന്നാണ് NCW. National Commission for Women and the chief ആണ് വിജയ കിഷോർ രഹാത്കർ. മറ്റത് വിജയ ഭാരതി സയാനി, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRCയുടെ ചെയർപേഴ്സൺ. ഇനി അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എഡിറ്റോറിയൽ പേജ് ആണുള്ളത്. എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ട്വിൻ നെഗ്ലിജൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. അത് ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജിലുണ്ടായ ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡന്റിനെ കുറിച്ചാണ്. ഉത്തർപ്രദേശിലാണ്. അവിടെ 10 ന്യൂ ബോൺ ബേബീസ് തീപിടുത്തത്തിൽ മരിക്കുകയാണ് നവംബർ 15-ന്. അത് നമ്മളുടെ ഹോസ്പിറ്റൽസിൽ, എക്സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലെ UP പോലുള്ള സ്റ്റേറ്റുകളിലെ ഹോസ്പിറ്റൽസിൽ
ഹെൽത്ത് കെയർ ഹെൽത്ത് കെയറിലോ അതുപോലെ ഫയർ സേഫ്റ്റിയിലോ ഒക്കെ ഉണ്ടാകുന്ന നെഗ്ലിജൻസ് ആണ് ഇതിനെ കാണിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻസിഡൻസിൽ ഡൽഹിയിലും കുട്ടികൾ ഈ വർഷം മെയ്യിൽ മരിച്ചുപോയിരുന്നു. ഈ ഝാൻസിയിലെ ഈ ഹോസ്പിറ്റലിന്റെ കേസ് എടുത്താൽ നിയോനേറ്റൽ കെയറിൽ ആക്ച്വലി ഇൻക്യുബേറ്ററിലൊക്കെ വെറും 18 കുട്ടികളെ വയ്ക്കാനുള്ള പ്രൊവിഷൻ മാത്രമുള്ള ഹോസ്പിറ്റൽ, അതേസമയത്ത് 49 ബേബീസ് ഇൻക്യുബേറ്ററിൽ ഉണ്ടായിരുന്ന പറഞ്ഞത് ചില സമയത്ത് 60 ബേബീസ് വരെ ആയിട്ട് ഉയരാറുണ്ട്. ഇത് ഉത്തർപ്രദേശിന്റെ കേസിൽ ഇത് ഒരു അതിശയവും ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:2158 ആണ്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 1:1000 എന്നുള്ള റേഷ്യോയിൽ വേണം ഡോക്ടേഴ്സ് വേണ്ടത്. അതായത് 1000 ആൾക്കാർക്ക് ഒരു ഡോക്ടർ വേണം. അതേസമയത്ത് UP-യിൽ അത് 2158 ആൾക്കാർക്കാണ് ഒരു ഡോക്ടർ ഉള്ളത്. പക്ഷെ ഇന്ത്യക്ക് അത് മൊത്തത്തിൽ നോക്കുമ്പോൾ നാഷണൽ ആവറേജ് വളരെ നല്ലതാണ്. WHO പറഞ്ഞേക്കുന്ന ലിമിറ്റിന്റെ കാലം താഴെയാണ്. നമുക്ക് 836 ആൾക്കാർക്ക് ഒരു ഡോക്ടർ ഉണ്ട്. പക്ഷേ UP-യിൽ അതിന്റെ 3 ഇരട്ടി ആൾക്കാർക്കാണ് ഒരു ഡോക്ടർ ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷനാണ് UP പോലുള്ള സ്റ്റേറ്റുകളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. UP-യിലെ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ, ഝാൻസി ഹോസ്പിറ്റൽ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന റീജിയനിലാണ്. ബുന്ദേൽഖണ്ഡ് പലപ്പോഴും ദാരിദ്ര്യത്തിന്റെ പേരിലും കർഷക ആത്മഹത്യകളുടെ പേരിലും ഒക്കെ വളരെ നൊട്ടോറിയസ് ആയിട്ടും ഉള്ള സ്ഥലമാണ്. ഒപ്പം എപ്പോഴും ന്യൂസ് പേപ്പേഴ്സിൽ അത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. UP-യിലും മധ്യപ്രദേശിലുമായിട്ടാണ് ഈ ബുന്ദേൽഖണ്ഡ് റീജിയൻ കിടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 5000-ഓളം പേഷ്യൻസ് ഓരോ ദിവസവും ഈ ഹോസ്പിറ്റലിൽ വരും. പക്ഷേ ഹോസ്പിറ്റൽ വളരെ മോശമായിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. UP-യുടെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് മൾട്ടി ലെവൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് ഇനിഷ്യൽ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിന്റെ കൂടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ സ്ഥലത്ത് ഓക്സിജൻ സിലിണ്ടേഴ്സിന്റെ പ്രസൻസ് ഇത് മാരകമായ തീപിടുത്തത്തിന് കാരണമായി. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 101 ആൾക്കാരാണ് ഈ കഴിഞ്ഞ 2022 മാത്രം UP-യിൽ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടിൽ മരിച്ചത്. പക്ഷേ അവരെക്കാളും കൂടുതൽ ആൾക്കാർ മരിച്ച സ്റ്റേറ്റുകൾ വേറെ 3 ഉണ്ട്. അവർ 4ാം സ്ഥാനത്താണ്. ഒഡീഷയും മഹാരാഷ്ട്രയും ബീഹാറുമാണ് ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകൾ എന്നാണ് NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഫയർ സേഫ്റ്റി നോംസിന്റെ കാര്യത്തിൽ വളരെ അട്ടർ ഡിസ്റിഗാർഡ് ആണ് ഇതുപോലുള്ള പ്ലേസസിൽ പോലും പ്രകടിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു പരാതി ഹിന്ദു തന്നെ മുമ്പ് ഒരു എഡിറ്റോറിയൽ പറഞ്ഞിട്ടുണ്ട്. ആ എഡിറ്റോറിയലിന്റെ കാര്യമൊക്കെ വരുത്തി പറയുന്നുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് ഇന്ത്യയിൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഫയർ സർവീസ് റിലേറ്റഡ് റിക്വയർമെന്റ് മാനിഫോൾഡ് ഇന്ത്യയിൽ കൂടിയെങ്കിലും അതിനനുസരിച്ചുള്ള പ്രാധാന്യമൊന്നും ഇന്ത്യ പല സ്ഥലങ്ങളിൽ അതിന് കൊടുക്കുന്നില്ല. ഇനി ഹെൽത്ത് ഫെസിലിറ്റീസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ യൂണിയൻ ബഡ്ജറ്റ് 2022-2023 എടുത്ത് പരിശോധിച്ചാൽ നമ്മളുടെ മൊത്തം GDP-യുടെ 2.2% മാത്രമാണ് ഹെൽത്ത് കെയറിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. അത് ഈ 2024 ആയപ്പോൾ അത് 1.75% ആയിട്ട് വീണ്ടും കുറഞ്ഞു. ഇത് സിവിയർലി ഇൻഎഡിക്വേറ്റ് ആണെന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. കാരണം ഇന്ത്യയുടെ പിയർ കൺട്രീസ് ആയ, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് മാത്രമല്ല ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇന്ത്യ ഡെവലപ്ഡ് നേഷൻ അല്ലല്ലോ. സോ ഇന്ത്യ ഷുഡ് ബി കമ്പയർഡ് വിത്ത് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക എക്സെട്ര. And those countries are spending far more ahead of India in terms of public health and all. അപ്പോൾ ഹെൽത്ത് സെക്ടറിൽ ഇന്ത്യയുടെ സ്പെൻഡിങ് ഇസ് വെരി ലെസ് ആസ് കമ്പയർഡ് ടു അവർ പിയേഴ്സ്. അതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ മിക്ക ഡെവലപ്പിംഗ് നേഷൻസിലും 2% തൊട്ട് 5% ഓഫ് GDP ഒരു പബ്ലിക് ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ അത് 10%, 8% ഒക്കെ GDP-യുടെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ 1.75% സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കാര്യങ്ങളിൽ റെക്ടിഫിക്കേഷൻസ് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ വി ഷുഡ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു പബ്ലിക് ഹെൽത്ത് ആൻഡ് ഓൾസോ ഫോർ ദി ഫയർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. അതിന് രണ്ടിനും വളരെ പ്രാധാന്യം കൊടുക്കണമെന്ന രീതിയിലാണ് എഡിറ്റോറിയൽ. ഇനി രണ്ടാമത്തെ ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് പ്രധാനമന്ത്രി മോദി ഇപ്പൊ നൈജീരിയയിൽ നടത്തിയ സന്ദർശനത്തിനെ കുറിച്ചാണ്. നൈജീരിയയിൽ മാത്രമല്ല, അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം നൈജീരിയയിലെ സന്ദർശനം ഫിനിഷ് ചെയ്തിട്ട് ബ്രസീലിൽ പോയിരിക്കുകയാണ് G20 സമ്മിറ്റിൽ പങ്കെടുക്കാൻ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഗയാന എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് ദ്വീപ സമൂഹത്തിൽ ഉള്ള നേഷനിലും കൂടെ വിസിറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇത് ഇന്ത്യയുടെ ഗ്ലോബൽ സൗത്തുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റിനാണ് കാണിക്കുന്നത്. ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഡെവലപ്പിംഗ് നേഷൻസിനെ വിളിക്കുന്ന വിളിപ്പേരാണ് ഗ്ലോബൽ സൗത്ത്. ഗ്ലോബൽ നോർത്ത് എന്നറിയപ്പെടുന്ന ഡെവലപ്ഡ് നേഷൻസിനെ വിളിക്കുന്നതാണ്.
അപ്പൊ ഈ ഗ്ലോബൽ സൗത്ത് കൺട്രീസുമായിട്ടുള്ള ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് ആണ് മോദിയുടെ ഈ വിസിറ്റുകൾ കാണിക്കുന്നത്. അപ്പോൾ നൈജീരിയയുടെ ക്യാപിറ്റൽ അബൂജ ആണ് അദ്ദേഹം വിസിറ്റ് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് 2007 അവിടെ വിസിറ്റ് ചെയ്തതിനു ശേഷം ആഫ്റ്റർ 17 ഇയേഴ്സ് ന്യൂ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈസ് വിസിറ്റിംഗ് ദാറ്റ് പ്ലേസ്, നൈജീരിയ. അതാണ് എന്റെ പ്രാധാന്യം. അന്ന് മൻമോഹൻ സിംഗ് 2007 വിസിറ്റ് ചെയ്തപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും ബന്ധത്തിന് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ലെവലിലേക്ക് ഉയർത്തിയിരുന്നു. നൈജീരിയയുടെ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവും ആയിട്ട് മോദി സംഭാഷണം നടത്തി. എന്നിട്ട് അവര് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫൻസ് കോഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. ടെററിസം, സെപ്പറേറ്റിസം, പൈറസി, ഡ്രഗ് ട്രാഫിക്കിംഗ്, ഇതൊക്കെയാണ് രണ്ട് രാജ്യത്തിനും ഒരുമിച്ച് നേരിടേണ്ട ചലഞ്ചസ്. ഈ രണ്ട് രാജ്യങ്ങളും ഈ ചലഞ്ചസ് നേരിടുന്നുണ്ട്. നൈജീരിയയുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണറായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ മോദിക്ക് കിട്ടിയെന്ന് മാത്രമല്ല, മോദി ലോകത്തിലെ രണ്ടാമത്തെ ഫോറിൻ ഡിഗ്നിറ്ററി ആയിട്ട് മാറി ഈ അവാർഡ് കിട്ടുന്ന. 1969 ക്യൂൻ എലിസബത്ത് ഓഫ് ബ്രിട്ടൻ ആണ് ഇത് ആദ്യമായിട്ട് റിസീവ് ചെയ്തത്. അദ്ദേഹം ആ അവാർഡ് ഇന്ത്യയിലെ ജനങ്ങൾക്കും ഒപ്പം നൈജീരിയയുമായിട്ട് ഇന്ത്യക്ക് നിലനിൽക്കുന്ന ലോങ് സ്റ്റാൻഡിങ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫ്രണ്ട്ഷിപ്പ് അതിനു വേണ്ടി അത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യ ആണ് 1960 നൈജീരിയ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് ഇൻഡിപെൻഡൻസ് നേടുന്നത്. ഈ നൈജീരിയയിലേക്ക് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെ വിടുന്നതും ഡോക്ടേഴ്സിനെ സെൻഡ് ചെയ്യുന്നതും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ ഒക്കെ ഇന്ത്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ വളരെ സ്ട്രോങ് ആണ്. ഏതാണ്ട് 60,000 സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോര ഈ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയിലുണ്ട്. ആ ഡയസ്പോര ഇന്ത്യയുമായി നൈജീരിയയുമായിട്ടുള്ള ബന്ധം ബ്രിഡ്ജ് ചെയ്യുന്നുള്ള ഒരു ബ്രിഡ്ജും കൂടെയാണ്. രണ്ടുപേർക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമിക് ടൈസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ത്യ പൊതുവെ ആഫ്രിക്കയിൽ വേണ്ട രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇറക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ പോലും നൈജീരിയയുടെ കേസിൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. 200 ഇന്ത്യൻ കമ്പനീസ് ഏതാണ്ട് $27 ബില്യൺ ആണ് ഫാർമ സെക്ടർ, ഹെൽത്ത് കെയർ മേഖല, അഗ്രികൾച്ചർ, എനർജി മേഖലയിലായിട്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. $27 ബില്യൺ ഇന്ത്യൻ കമ്പനീസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ലോ കോസ്റ്റ് ടെക്നോളജീസും എക്സ്പീരിയൻസും ഒക്കെ ആ രാജ്യത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പോവർട്ടി, പൊല്യൂഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ എക്സ്പീരിയൻസ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നൈജീരിയ ആഫ്രിക്കയിലെ ഒരു ടോപ്പ് എക്കോണമിയാണ് ഇൻ ടേംസ് ഓഫ് GDP. ഇപ്പൊ ബ്രിക്സിൽ ഒരു പാർട്ണർ കൺട്രിയാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിംഗ് ആയി ബ്രിക്സിൽ ഒരു പാർട്ണർ കൺട്രിയാണ് നൈജീരിയ. ഒപ്പം G20 ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം നടന്ന G20 സമ്മിറ്റ് ഡൽഹിയിൽ നടക്കുമ്പോൾ ആഫ്രിക്കൻ യൂണിയനെ G20 പുതിയൊരു മെമ്പറായിട്ട് ഇന്ത്യയുടെ റെക്കമെൻഡേഷനിൽ എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും നൈജീരിയ ഇപ്പം G20 ഒരു മെമ്പറാണ്. കാര്യം ആഫ്രിക്കൻ യൂണിയൻ G20 ഒരു മെമ്പർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ആഫ്രിക്കൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യമാണ് നൈജീരിയ. അപ്പൊ നൈജീരിയക്കും G20 ഒരു സ്റ്റേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ നൈജീരിയയുടെ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു മോദിക്കൊപ്പം G20 സമ്മിറ്റിൽ പങ്കെടുക്കാൻ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് അവർ വീണ്ടും മീറ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട്. ഇന്ത്യയുടെ വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ആണ് ഗ്ലോബൽ സൗത്തിലേക്ക്. കാര്യം ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡറാണ് ഇന്ത്യ എന്ന് പറയാം. ചൈനയും ഗ്ലോബൽ സൗത്തിന്റെ ലീഡർ തന്നെയാണ്. അപ്പം ഈ ഗ്ലോബൽ സൗത്ത് കോഓപ്പറേഷനിലേക്ക് ഇന്ത്യ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആഫ്രിക്കയിൽ നമ്മൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്സും നടപ്പാക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ തുടങ്ങി വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പരാജയമാണെന്ന് പറയേണ്ടി വരും ചില സമയത്ത്. അത് പൂർണ്ണമായിട്ടും അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല ഈ എഡിറ്റോറിയൽ. ഇപ്പോൾ വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞൊരു സമ്മിറ്റ് ഇന്ത്യ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നേതൃത്വത്തിൽ വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് അത് കഴിഞ്ഞ വർഷം ഇന്ത്യ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് മീറ്റിംഗ് ഇന്ത്യ സംഘടിപ്പിച്ചു. അതിൽ പാർട്ടിസിപ്പേഷൻ ഇത്തിരി കുറവായിരുന്നു. പക്ഷേ ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ വർഷവും G20 മീറ്റിംഗ് നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പം ഈ G20 ഏത് രാജ്യമാണോ ആ വർഷത്തെ ഹോസ്റ്റ് അവരെ ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിന്റെ മീറ്റിംഗ് നടത്താൻ ഉള്ള ലീഡർഷിപ്പ് കൊടുത്താൽ കുറച്ചുകൂടെ ഈ G20 ഈ ഗ്ലോബൽ സൗത്തിന്റെ വോയിസ് മുഴങ്ങി കേൾക്കാൻ അത് സഹായിക്കും. കാര്യം ഒരു ഹോസ്റ്റ് കൺട്രി ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് മീറ്റിംഗ് നടത്തുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഗ്ലോബൽ സൗത്ത് കൺട്രീസിന്റെ അഭിപ്രായങ്ങളും ഒക്കെ എടുത്തിട്ട് അവർക്ക് ആ G20 മീറ്റിംഗിൽ അവതരിപ്പിക്കാൻ പറ്റും. അത് ഇന്ത്യക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആഫ്രിക്കൻ യൂണിയനുമായിട്ടൊരു മീറ്റിംഗ് ഇന്ത്യ 2015 മോദി അധികാരത്തിൽ ആദ്യം വന്ന് നെക്സ്റ്റ് ഇയറിൽ 2014 മോദി അധികാരത്തിൽ വരുന്നത്. 2015 ഇൻഡോ ആഫ്രിക്കൻ ഫോറം സമ്മിറ്റ് എന്ന് പറഞ്ഞ് ഡൽഹിയിൽ വെച്ച് നടന്നു. പക്ഷെ അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു മീറ്റിംഗിൽ നടത്തിയിട്ടില്ല. അതേസമയത്ത് ചൈനയൊക്കെ 2 വർഷം കൂടുമ്പോൾ ആഫ്രിക്കൻ യൂണിയനായിട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു ചൈനയും ആഫ്രിക്കൻ യൂണിയനായിട്ടുള്ള മീറ്റിംഗ്. അപ്പൊ ഇന്ത്യ ചെയ്യേണ്ടതാണ്. പക്ഷെ നെക്സ്റ്റ് ഇയറിൽ അത് നടത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അത് സംഘടിപ്പിക്കണം. ഈ ആഫ്രിക്കൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ സമ്മിറ്റൊക്കെ 2015 ശേഷം ഇപ്പം 9 years കഴിഞ്ഞിട്ട് ഇപ്പം 10th ഇയറിൽ അടുത്ത വർഷമാണ് ഇനി നടക്കാൻ വേണം. അത്രയും അത്
ഗ്യാപ്പ്, ഡിലേ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്തായാലും സദേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വളരെ നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ട് ഗ്ലോബൽ ഗവേണൻസ് ഇഷ്യൂവിൽ ഒരു ഡിബേറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഫുഡ് സെക്യൂരിറ്റി, എനർജി സെക്യൂരിറ്റി, ഹെൽത്ത് സെക്യൂരിറ്റി, ഇത്തരമുള്ള കാര്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് ഡെവലപ്പിംഗ് വേൾഡിന്റെ ഒരു ലീഡറായി മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയണം എന്നാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇതേ എഡിറ്റോറിയൽ പേജിൽ തന്നെ മണിപ്പൂർ ആസ് എ കേസ് ഫോർ ഇമ്പോസിങ് ആർട്ടിക്കിൾ 356 എന്നൊരു ആർട്ടിക്കിൾ കാണാം. അത് ദുഷ്യന്ത് ദാവെ എന്ന് പറയുന്ന സുപ്രീം കോർട്ടിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. മണിപ്പൂർ ആസ് എ കേസ് ഫോർ ഇമ്പോസിങ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. സ്റ്റേറ്റ് എമർജൻസിയാണ്. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 ആണെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356ഉം ഇന്ത്യയിൽ ഒരിക്കൽ പോലും ഇമ്പോസ് ചെയ്തിട്ടില്ലാത്ത ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 356 ഒരു സ്റ്റേറ്റിന് മുകളിൽ ഇമ്പോസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി പരാജയപ്പെടുക, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്സ് അവിടെ ആൾക്കാർക്ക് നിഷേധിക്കപ്പെടുക, ലോ ആൻഡ് ഓർഡർ വയലേറ്റ് ചെയ്യപ്പെടുക, അത്തരം സന്ദർഭങ്ങളിലാണ്. അപ്പൊ മിക്കപ്പോഴും ഭരണഘടനാപരമായിട്ട് ഈ ഒരു സ്റ്റേറ്റിൽ ആർട്ടിക്കിൾ 356 ഇമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലെ ഗവർണറുടെ റിപ്പോർട്ട് വേണം. ഇപ്പോ മണിപ്പൂരിന്റെ കേസിലാണ് ഇതിപ്പം ഡിസ്കഷൻ വന്നേക്കുന്നത്. മണിപ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഭരിക്കുന്നത് BJP ആകുമ്പോൾ മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്ററായ ബീരേൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ മെഷീനറി മൊത്തം പരാജയമാണെന്ന്, അതുകൊണ്ട് ആർട്ടിക്കിൾ 356 അവിടെ ഇമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു റെക്കമെൻഡേഷൻ ഗവർണറിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം ഗവർണർ ഈസ് ഓൾസോ എ BJP മാൻ, അല്ലെങ്കിൽ BJP അപ്പോയിന്റഡ് പേഴ്സൺ. സോ ഹി വോണ്ട് ഡു ദാറ്റ്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ആ സ്റ്റേറ്റിൽ ആർട്ടിക്കിൾ 356 ഇമ്പോസ് ചെയ്ത് സ്റ്റേറ്റിൽ നോർമാലിറ്റി തിരികെ കൊണ്ടുവരാൻ രാഷ്ട്രപതിക്ക് കഴിയുമോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ അകത്ത്. അതായത് വിത്തൗട്ട് ദ റെക്കമെൻഡേഷൻ ഫ്രം ദ റെസ്പെക്റ്റീവ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ഗവർണറിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ പ്രസിഡന്റിന് ഇമ്പോസ് ചെയ്യാൻ പറ്റും എന്നാണ് ദുഷ്യന്ത് ദാവെ. ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ട് ഓൾസോ. ഹി ഈസ് എ വെരി ഫേമസ് advocate of Supreme Court of India. He is telling that he is actually quoting many discussions happened in the Constituent Assembly regarding the Article 356, implementation of Article 356. അതിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 1949 നടന്ന ഡിസ്കഷൻസ് എല്ലാം അദ്ദേഹം അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളുടെ മഹാനായ അംബേദ്കർ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചീഫ് ആർക്കിടെക്ട്, അന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത് അദ്ദേഹം ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ K. സന്താനം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർ പറഞ്ഞ കാര്യങ്ങൾ, താക്കൂർ ദാസ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ എടുത്ത്, അതുപോലെ HV കാമത്ത് ചില കാര്യങ്ങൾ ഒപ്പോസ് ചെയ്തു. അപ്പം അതെല്ലാം അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് അന്ന്, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1949 48 നടന്ന ഡിസ്കഷൻസിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആ ഡിസ്കഷനുകളുടെ എല്ലാത്തിന്റെയും കൂടെ ഒരു കൺക്ലൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഉണ്ടാകുമ്പോൾ ഗവർണറിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെ, ഗവർണറുടെ റിപ്പോർട്ട് ഇല്ലാതെ തന്നെ പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫെയിലുവർ സ്റ്റേറ്റിൽ ഉണ്ടായാൽ ആ സ്റ്റേറ്റിൽ പ്രസിഡന്റിന്റെ റൂൾ ആർട്ടിക്കിൾ 356 ഇമ്പോസ് ചെയ്യാൻ പ്രസിഡന്റിന് പവർ ഉണ്ടെന്നാണ് ദുഷ്യന്ത് ദാവെ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇപ്പോൾ ഓരോ ആൾക്കാരും പറഞ്ഞ കാര്യങ്ങൾ അത് ഇൻവെർട്ടഡ് കോമയ്ക്കകത്തിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അത് ഓരോന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമൊന്നുമില്ല. പിന്നെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്ക് 2023 വിഷയങ്ങളുടെ തുടക്കത്തിന്റെ സമയത്ത് നമ്മളുടെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത നൽകിയ അഷുറൻസ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഇസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഫോർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വെങ്കിട്ടരമണിയാണ് ഇസ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കറന്റ്ലി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇസ് തുഷാർ മേത്ത. സോ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറെ അഷുറൻസസ് തുഷാർ മേത്ത അന്ന് കൊടുത്തിരുന്നു. തുഷാർ മേത്ത കൊടുക്കുന്ന വെച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പം ആ സ്റ്റേറ്റ് മെഷീനറി നോർമാലിറ്റി തിരികെ കൊണ്ടുവരുമെന്നൊക്കെയാണെന്ന് കൊടുത്തിരുന്നത്. പക്ഷെ അതിലെല്ലാം സ്റ്റേറ്റ് മെഷീനറി പരാജയപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആർട്ടിക്കിൾ 356 ഇമ്പോസ് ചെയ്യാൻ, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല, പ്രസിഡന്റിന് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത്. അതല്ലാതെ വേറൊരു ആർട്ടിക്കിൾ നമ്മളുടെ ഇന്നത്തെ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനൊന്നും ആ പേജിലില്ല. അതിനടുത്ത പേജിലും EPFO പെൻഷനേഴ്സിന്റെ വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ്. അത് നമുക്ക് വേണ്ട. പിന്നെ അത് രാഷ്ട്രീയമാണ്. മുംബൈ താനെ മേഖലയിലെ ആൾക്കാർ എങ്ങനെ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള രാഷ്ട്രീയമാണ് നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിന്റെ ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിലുള്ള ആർട്ടിക്കിൾസ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനടുത്ത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഡിഡ് ഇൻഫ്ലേഷൻ പ്ലേ എ റോൾ ഇൻ ട്രംപ് വിൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് അല്ല, ഒരു ആർട്ടിക്കിളാണ്.
ട്രംപ് വിജയിച്ചതിൽ ഇൻഫ്ലേഷൻ പങ്കുവഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്യൂരിയോസിറ്റിയുടെ ബേസിൽ വായിച്ചു നോക്കാം എന്നുള്ളത് നമുക്ക് നമ്മളുടെ സ്റ്റഡി പർപ്പസിന് എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ആക്ച്വലി ദർ ഈസ് എ ഡയറക്റ്റ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ട്രംപ്സ് എന്താ പറയുന്ന ഒരു ലാൻഡ് സ്ലൈഡ് വിൻ ആൻഡ് ഇൻഫ്ലേഷനും റോള് വഹിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ള നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതൊന്നും നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട. പിന്നെ നമ്മൾ ന്യൂസ് എന്ന് പറയുന്ന ഫസ്റ്റ് പേജിലേക്ക് പോവുകയാണ്. ന്യൂസ് എന്ന് പറയുന്ന ഫസ്റ്റ് പേജ് അത് ഇന്നത്തെ ഹിന്ദുവിന്റെ 12ാമത്തെ പേജാണ്. അതിൽ SC കൊളീജിയം പ്രപ്പോസസ് ന്യൂ ചീഫ് ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്നൊരു ന്യൂസ് കാണാം. മണിപ്പൂരിന്റെ കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മണിപ്പൂരാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകൾ ആഫ്റ്റർ മഹാരാഷ്ട്ര ആൻഡ് ജാർഖണ്ഡ്. But for a different reason. Maharashtra and Jharkhand are in news only because of the fact that those states are going for election tomorrow. So all the newspapers, all the news media, everyone is discussing about Maharashtra and Jharkhand. But at the same time, Manipur is also making big news because of all wrong reasons, because of the precarious law and order situation existing in that part of the state, in that part of the country. അപ്പം അതാണ്. അപ്പം എന്തായാലും മണിപ്പൂരിലെ പുതിയ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി കൊളീജിയം SC കൊളീജിയം റെക്കമെൻഡേഷൻ കൊടുത്ത. വാട്ട് ഈസ് SC കൊളീജിയം? ഞാനത് പലതവണ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സുപ്രീം കോർട്ടിന്റെ കൊളീജിയം എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ജഡ്ജിമാരെ, എവിടുത്തെ ജഡ്ജിമാരെ? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും ഹൈക്കോടതികളിലെ ജഡ്ജിമാരെയും ഡിസൈഡ് ചെയ്യുന്നത്. ഹൈക്കോടതികളിലെ ജഡ്ജിമാരെ, ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരെ, അതുപോലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ ആരായിരിക്കണം എന്ന് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത് സുപ്രീം കോടതിയിലെ കൊളീജിയമാണ്. അപ്പോൾ വാട്ട് ഈസ് കൊളീജിയം? ആക്ച്വലി കൊളീജിയം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്, ഗ്രൂപ്പ് ഓഫ് സീനിയർ മോസ്റ്റ് ജഡ്ജസ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ദാറ്റ് നമ്പർ ഓഫ് ദ ജഡ്ജസ് എന്ന് പറയുന്നത് 5 ആണെന്ന് തോന്നുന്നു. അപ്പം സീനിയർ ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മറ്റ് സീനിയർ മോസ്റ്റ് ജഡ്ജിമാരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. മൊത്തം എനിക്ക് തോന്നുന്നു 5 സുപ്രീം കോടതി ജഡ്ജസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കൊളീജിയത്തിലുള്ളത്. ദേ വിൽ propose the names of various high court judges and various high court chief justices and supreme court judges, and that proposal will be sent to the law ministry of India. Law ministry will vet those names and they will recommend, if they found that names are in order, then they will directly send those names to the President of India. President of India will finally appoint that person as the judge or justice of various high courts or Supreme Court of India. Okay, അതാണ് the process. ആദ്യം ഈ കൊളീജിയം പ്രപ്പോസ് ചെയ്തത് ലോ മിനിസ്ട്രിക്ക് വിടും. അർജുൻ രാം മേഘ്വാൾ ആണ് ഇപ്പോഴത്തെ ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അവരത് വെറ്റ് ചെയ്യും. ഈവൻ ഇന്റലിജൻസ് ബ്യൂറോയുടെയും റോയുടെയും വരെ അന്വേഷണം കാണും ഇവരെ എന്തൊക്കെയാണ് ഇവരുടെ സ്വഭാവം, മറ്റു കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആ പേര് റെക്കമെൻഡ് ചെയ്യും. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യും. അപ്പോയിന്റിംഗ് അതോറിറ്റി പ്രസിഡന്റ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ റജോണ പ്ലീ, സുപ്രീം കോർട്ട് കോൾസ് ഫോർ ഡിസിഷൻ, സെൻഡർ സീക്സ് അഡ്ജോൺമെന്റ് എന്നൊരു ന്യൂസ് കാണാം. റജോണ എന്ന് പറയുന്ന ഒരാള് ഡെത്ത് കൺവിക്റ്റ് ആണ്. അയാളെ ഡെത്ത് പെനാൽറ്റി വിധിച്ചിട്ടിരിക്കുക. അപ്പൊ പുള്ളിക്ക് മെഴ്സി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം വാട്ട് ഈസ് മെഴ്സി പെറ്റീഷൻ എന്ന്. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഗീവ് മെഴ്സി, ക്യാൻ ഗീവ് പാർഡൺ ടു എ ഡെത്ത് കൺവിക്റ്റ്. ഒരു ഡെത്ത് കൺവിക്റ്റഡ് ആയിട്ട് ഒരാളിന്, ഡെത്ത് പെനാൽറ്റി ഇഷ്യൂ ചെയ്യപ്പെട്ട ഒരാളിനെ ജീവനോടെ വിടാൻ പ്രസിഡന്റിന് പാർഡനിങ് പവർ ഉണ്ട്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 72 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആസ് പെർ ദ ആർട്ടിക്കിൾ 72 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ പവർ ടു ഗീവ് പാർഡൻ ടു ഡെത്ത് റോ കൺവിക്ട്സ്. അപ്പം അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. റജോണ പ്ലീ SC calls for a decision, center seeks adjournment എന്ന ന്യൂസ്. പിന്നെ അവിടെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട്. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ ഈസ് ഓപ്പറേഷണൽ. സോണോവാൾ മീൻസ് സർബാനന്ദ സോണോവാൾ. ഹി ഈസ് ദ ഷിപ്പിംഗ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഹി ഈസ് ദ പോർട്ട് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതെല്ലാം സർബാനന്ദ സോണോവാൾ ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ന്യൂഡൽഹിയിൽ വെച്ച്. എൻ്റെ പേര് സാഗർ മന്ഥൻ ദ ഗ്രേറ്റ് ഓഷൻ ഡയലോഗ് എന്നാണ്. സാഗർ മന്ഥൻ ദ ഗ്രേറ്റ് ഓഷൻ ഡയലോഗ്. ആ ന്യൂസിൻ്റെ അകത്ത് ഉണ്ടത്. അപ്പം അതൊരു ലീഡർഷിപ്പ് സമ്മിറ്റ് ആണ്. അത് അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ മീറ്റിംഗിൽ പറയുന്നത് വെച്ചാൽ ലോകത്ത് 139 മാരിടൈം നേഷൻസ് ഉണ്ട്, മറൈൻ നേഷൻസ് ഉണ്ട്. ആ നേഷൻസിന്റെ കൂട്ടത്തിൽ അതിന്റെ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് 2047 ഇന്ത്യ വരാനുള്ള പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതിന്റെ പാർട്ടാണ് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഫാർ ഈസ്റ്റ് റഷ്യയിലേക്ക്, ഇന്ത്യയിൽ നിന്ന് ഫാർ ഈസ്റ്റ് റഷ്യയിലേക്ക്, വ്ളാഡിവോസ്റ്റോക്ക് ഈസ് എ ഫാർ ഈസ്റ്റ് റഷ്യൻ പോർട്ട്. അവിടേക്ക് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെയുള്ള ദിവസം 40 ദിവസമാണ് ഇപ്പം വേണ്ടത്. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് ആ ഒരു മാരിടൈം കോറിഡോർ വന്നതോടുകൂടി അത്
16 ദിവസം കുറഞ്ഞ് 24 ദിവസം മതി. മുമ്പ് 40 ഡേയ്സ് വരുന്നുള്ള ഇപ്പൊ 24 ദിവസം മതി. അതുപോലെ കോസ്റ്റും ഡിസ്റ്റൻസും ഒക്കെ അതിനനുസരിച്ച് കുറയും. അപ്പം അത് നമുക്ക് ഓപ്പറേഷനിലായി കഴിഞ്ഞു. അതുപോലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ദാറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ ലാസ്റ്റ് G20 സമ്മിറ്റ് ഹെൽഡ് അറ്റ് ന്യൂഡൽഹി. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്കുള്ള എക്കണോമിക് കോറിഡോർ ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ഗ്രീസ് ആണ്. ദാറ്റ്സ് വി ഗ്രീസ് shipping ministry is also participating in this meeting, Sagar Manthan, the Great Ocean Dialogue. അപ്പം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ ഒരു പ്രോഗ്രസ് ഇപ്പൊ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ വന്ന് ഞാൻ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. പ്രോഗ്രസ് സ്ലോ ആനുള്ള റീസൺ വേറെ ഒന്നും അല്ല. വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ ഇസ്രായേൽ ഈസ് എ മെയിൻ part of this India Middle East Europe economic corridor, but they are engaging in war in West Asia with Lebanon, with not Lebanon, Hezbollah, which is a militia group in Lebanon, and Hamas, which is another militia group in Gaza. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഇസ്രായേലുമായിട്ട് ഡയറക്ട്ലി ഡീൽ ചെയ്യാൻ ഇപ്പോൾ സൗദി അറേബ്യക്കും UAE-ക്കും ഒക്കെ കുറച്ച് അവരെ മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ റോങ് ഇംപ്രഷൻ among the other Muslim nations in the region. That's why these two countries, Saudi Arabia and UAE, are desisting from making any direct contact between Israel for this India Middle East Europe economic corridor and all. So അത് മാത്രമാണ് ഇതിലൊരു ഇംപെഡിമെന്റ് എന്ന് പറയുന്നത്. വൺസ് ദിസ് വാർ ഈസ് ഓവർ, then definitely this project is going to flourish, India Middle East Europe economic corridor. But India like countries are doing our bit. നമ്മളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി അത് മുടങ്ങി കിടക്കുകയല്ല യുദ്ധം കൊണ്ട്. ഇന്ത്യയുടെ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് UAE വരെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റ് യൂറോപ്യൻ സൈഡിലുള്ള കാര്യങ്ങളും നടക്കും. ഇതിൻ്റെ ഇടയിലുള്ള വെസ്റ്റ് ഏഷ്യയിലെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ, ഈ 4 രാജ്യങ്ങളാണ് വെസ്റ്റ് ഏഷ്യയിൽ ഇതിൽ കണക്ട് ആവാനുള്ളത്. അവിടെ മാത്രം കുറച്ച് താമസം വരും ഇത് നടപ്പാവാൻ. ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. അതിൽ ഏതാണ്ട് 4800 കിലോമീറ്റർ സീ റൂട്ട് തന്നെ അതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അതിൽ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ താഴോട്ട് വരുമ്പോൾ സഞ്ജയ് മൂർത്തി അപ്പോയിന്റഡ് ന്യൂ CAG എന്നൊരു ന്യൂസ് കാണാം. CAG, Comptroller and Auditor General of India. India's CAG is a constitutional position. Current CAG is Girish Chandra Murmu. He is the first CAG from Adivasi community in India. Adivasi അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ CAG ആണ് ഗിരീഷ് ചന്ദ്ര മർമു. He's going to retire day after tomorrow. So new CAG has been appointed by Government of India. Not Government of India, CAG was appointed by President. President has the authority to appoint CAG, and new CAG of India is Sanjay Murthy. പിന്നെ നെക്സ്റ്റ് പേജ് ഇലക്ഷൻ പേജാണ്. 13th പേജാണ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഗ്ലോബൽ സൗത്ത് ഹിറ്റ് ബൈ ഫുഡ് ആൻഡ് ഫ്യൂൽ ക്രൈസിസ് ഡ്യൂ ടു കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കാണാം. ഗ്ലോബൽ സൗത്ത് ഹിറ്റ് ബൈ ഫുഡ് ഫ്യൂൽ ക്രൈസിസ് ഡ്യൂ ടു കോൺഫ്ലിക്ട്സ്. അതിൽ നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോയ് ബൈഡനും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും കാണാം. അത് G20 സമ്മിറ്റ് ആണ്. G20 സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ കോൺഫ്ലിക്റ്റുകൾ, അതായത് യുക്രൈൻ റഷ്യ കോൺഫ്ലിക്ട്, അതുപോലെ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്ട്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളാണെന്നാണ്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ എന്താണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. അപ്പം ഇന്ത്യ അതിൽ ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട G20 പങ്കെടുക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് ലീഡേഴ്സിന്റെ പേരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. മോദി, ജോയ് ബൈഡൻ, ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ, ഇവരെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതിൽ പറയുന്നുണ്ട് മീറ്റിംഗിൽ, G20 മീറ്റിംഗിൽ. പിന്നെ ഇന്ത്യയിൽ പോവർട്ടി റിഡക്ഷനെ കുറിച്ചൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം മോഡി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 80 crores ഓഫ് ആൾക്കാർക്ക്, അതായത് 800 മില്യൺ ആൾക്കാർക്ക് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേര് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്നാണ്. ആ സ്കീമിന്റെ പേര് അതിലില്ല, ഞാൻ പറയുന്നതാണ്. സ്കീമിന്റെ പേരില്ലെങ്കിലും മോദി അത് റെഫർ ചെയ്യുന്നുണ്ട്. 800 മില്യൺ പീപ്പിളിന് ഫ്രീ റേഷൻ. ആ സ്കീമിന്റെ പേര് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. പിന്നീട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് 550 million people are benefiting from the world's biggest health insurance scheme. 550 million എന്ന് പറയുമ്പോൾ അത് 55 crore ആണ് കേട്ടോ. അത് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് സ്കീമാണ്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയും, ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് പറയും. അതിൽ ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 70 years കൂടുതൽ പ്രായമുള്ള
സീനിയർ സിറ്റിസൺസിന് APL ഒന്നോ BPL ഒന്നോ നോക്കാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി ഹെൽത്തിന് ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ സ്കീമിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. അതുപോലെ 40 മില്യൺ ഫാമേഴ്സിന്, അതായത് 4 crore ഫാമേഴ്സിന് വേൾഡിലെ ലാർജസ്റ്റ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം കിട്ടിയെന്ന് പറഞ്ഞു. വേൾഡിലെ ലാർജസ്റ്റ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഈസ് ദ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് വേൾഡിലെ ലാർജസ്റ്റ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം എന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഹിന്ദുവിൻ്റെ അകത്ത് പേരുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഇതിന്റെ സ്കീമുകളുടെ കൂടെ പേര് പറഞ്ഞേ ഉള്ളൂ. ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത്. അതുപോലെ 85 crores ഓഫ് ആൾക്കാർക്ക് ഫ്രീ ഫുഡ് ഗ്രെയിൻ കൊടുക്കുന്ന സ്കീമിന്റെ പേര് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. അത്രയാണ്. പിന്നെ സ്പേസ് എക്സ് ഫാൽക്കൺ 9 ഡിപ്ലോയ്സ് ഇന്ത്യൻ സാറ്റലൈറ്റ് ഇൻ ഓർബിറ്റ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയുടെ GSAT-20 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഇന്നലെ ലോഞ്ച് ചെയ്തു. GSAT-20 എന്നും GSAT-N2 എന്നും അതിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, GSAT-N2 അല്ലെങ്കിൽ GSAT-20. അതിനെ ലോഞ്ച് ചെയ്തത് സ്പേസ് എക്സിന്റെ, എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റാണ്. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, 4700 കിലോഗ്രാം ഉണ്ട് വെയിറ്റ് നമ്മളുടെ GSAT-20 എന്ന് പറയുന്ന സാറ്റലൈറ്റിന്. 4700 കിലോഗ്രാം വെയിറ്റ്. അത്രയും വെയിറ്റ് ഉള്ള സാറ്റലൈറ്റിന് ലോഞ്ച് ചെയ്യാനുള്ള ലോഞ്ച് വെഹിക്കിൾ നമ്മുടെ കയ്യിലില്ല. നമുക്ക് 4000 കിലോഗ്രാം വരെ മാക്സിമം വെയിറ്റ് ഉള്ള സാറ്റലൈറ്റ്സിന് ലോഞ്ച് ചെയ്യാനുള്ള ലോഞ്ച് വെഹിക്കിൾ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫിലിം പഥേർ പാഞ്ചാലി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ലാസിക് ഫിലിം, ഗ്രേറ്റസ്റ്റ് എവർ ഇന്ത്യൻ ക്ലാസിക് ഫിലിം മെയ്ഡ്, ദാറ്റ് ഈസ് പഥേർ പാഞ്ചാലി, ഡയറക്റ്റഡ് ബൈ ദ ലേറ്റ് ഇന്ത്യൻ ഫിലിം ഡയറക്ടർ സത്യജിത് റായ്. അദ്ദേഹത്തിന്റെ ആ സിനിമയിലെ മെയിൻ ആക്ടറായിരുന്ന ഉമാദാസ് ഗുപ്ത മരിച്ചു എന്നതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ വേറെ ന്യൂസുകളൊന്നും അവിടെ പറയാനില്ല. ഇനി ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ കർബ് ഇൻഷുറൻസ് മിസ് സെല്ലിംഗ് FM to ബാങ്ക്സ്. നിർമ്മലാ സീതാരാമൻ പറഞ്ഞേക്കാണ്, ബാങ്കുകൾ അവരുടെ കോർ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവരുടെ കോർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുക, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അതൊക്കെയാണ്. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതല്ല, പക്ഷേ ഇൻഷുറൻസ് മിസ് സെല്ലിംഗ് ചെയ്യരുതെന്ന് ഇങ്ങനെ പറയുന്ന ഇവരുടെ മിനിസ്ട്രി തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാങ്കുകളെ കൊണ്ട് ഇൻഷുറൻസ് സെല്ല് ചെയ്യിപ്പിച്ചത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നും പറഞ്ഞ പേരിലുള്ള 2 ഇൻഷുറൻസ് സ്കീമുകൾ എല്ലാ ബാങ്കുകളും മസ്റ്റായിട്ട് അവരുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിനെല്ലാം കൊടുക്കേണ്ട 2 സ്കീമുകളായിരുന്നു. അത് പക്ഷേ ഉപയോഗമുള്ള സ്കീമുകളാണ്. വളരെ ചെറിയ പ്രീമിയത്തിൽ ജനങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസും ആക്സിഡന്റ് ഇൻഷുറൻസും കൊടുക്കുന്ന 2 സ്കീമുകളാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, ആക്സിഡന്റ് ഇൻഷുറൻസ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. പക്ഷേ ഇൻഷുറൻസ് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ബാങ്കുകളിൽ നിൽക്കരുത്, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അവർ അതിൽ NARCL കുറിച്ച് പറയുന്നുണ്ട്, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. അതിനെ ബാഡ് ബാങ്ക് എന്നും പറയാറുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് ബാഡ് ലോൺസ് അല്ലെങ്കിൽ NPA, ബാങ്കുകളുടെ ബാഡ് ലോൺ അല്ലെങ്കിൽ NPA എന്ന് പറയുന്ന നോൺ പെർഫോമിംഗ് അസറ്റ്, അത് ഒരു ബാങ്ക് ലോൺ കൊടുത്തിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് ബാങ്ക് ആ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അതിനെ പറയുന്നതാണ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ NPA അല്ലെങ്കിൽ ബാഡ് ലോൺ എന്ന് പറയുന്നത്. ഈ ബാഡ് ലോൺ ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ബാങ്ക് പുതുതായിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പേരാണ് NARCL, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. അതിന് ബാഡ് ബാങ്ക് എന്നും പറയാറുണ്ട്. അതിന്റെ കാര്യം അതിൽ പറയുന്നുണ്ട്. പിന്നെ അറൌണ്ട് 6.5 lakh ആപ്ലിക്കേഷൻസ് കം ഇൻ ഫോർ PM's ഇന്റേൺഷിപ്പ് സ്കീം പൈലറ്റ് പ്രോജക്ട് എന്നൊരു ന്യൂസ് കാണാം. അത് ആ ബിസിനസ് പേജിൽ താഴോട്ട് വരുമ്പോൾ ന്യൂസ് കാണാം. അത് പ്രധാനമന്ത്രി PM ഇന്റേൺഷിപ്പ് സ്കീം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. റീസെന്റ് ആയിട്ടാണ് അത് ഓപ്പൺ ആയത്. അതിന്റെ പൈലറ്റ് ബേസിസിലെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അടുത്ത 5 വർഷം കൊണ്ട് 1 കോടി പിള്ളേർക്ക്, അത് 21 വയസ്സ് തൊട്ട് 24 വയസ്സുള്ള കുട്ടികൾക്ക്, ജോലി ഇല്ലാത്തവരും അവരുടെ ഫാമിലി ഇൻകം 8 ലക്ഷത്തിൽ കുറവാണെന്നുണ്ടെങ്കിലാണ് അവർക്ക് ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 21 വയസ്സ് തൊട്ട് 24 വയസ്സിലെ കുട്ടിയെ കാണാവുള്ളൂ, അവർക്ക് ജോലി ഇല്ലാത്തവരായിരിക്കണം, അവരുടെ 8 ലക്ഷം രൂപയിൽ താഴെ 8 lakhs റുപ്പീസ് താഴെ വരുമാനമുള്ള വീടുകളിൽ നിന്നുള്ള കുട്ടികളായിരിക്കണം. അപ്പൊ അവർക്ക് ഈ ഇന്ത്യയിലെ 500 ടോപ്പ് കമ്പനീസിൽ, അതിൽ ടാറ്റയും ITCയും റിലയൻസും മഹീന്ദ്രയൊക്കെ വരും. അവരുടെ കമ്പനികളിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് കൊടുക്കും. ആ സ്കീം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ PM ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. 5000 രൂപ വീതം മാസം തോറും അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കും. പിന്നെ അപ്പം 60,000 റുപ്പീസ് കിട്ടും 12 മാസം കൊണ്ട്, പ്ലസ് 6,000 റുപ്പീസ് ഒരു അഡീഷണലി ഒരു 1 time പേയ്മെന്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കും. സോ ടോട്ടൽ 66,000 റുപ്പീസ് ദേ വിൽ ഗെറ്റ് ഫ്രം this PM internship scheme if they are selected for that scheme. And apart from this money attraction, the biggest attraction is that experience certificate they are getting from these big corporates. That will be valuable everywhere you go, and that will give you employment
ഓപ്പർച്യൂണിറ്റീസ്. അപ്പം അത് ആണ് ഇതിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചും ഈ ബിസിനസ് പേജിൽ കാണാം. ബിസിനസ് പേജ് കഴിഞ്ഞിട്ട് ബിസിനസ് പേജ് വേറെ ഒന്നും പറയാനില്ല. വേൾഡ് പേജിലേക്ക് പോകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് യൂനുസും ആയിട്ടുള്ള ഹിന്ദു നടത്തിയിരിക്കുന്ന ഇന്റർവ്യൂ, അത് ഞാൻ ഓൾറെഡി ഒന്ന് സൂചിപ്പിച്ചേ, വേറെ ഒന്നും പറയാനില്ല. ശ്രീലങ്കയിലെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു. അവിടുത്തെ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പുതിയ ക്യാബിനറ്റ് ഒക്കെ ഫോം ചെയ്തു. പുതിയ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്തു. ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഹരിണി സമരവീർ, അങ്ങനെ എന്തോ ആണ്. ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ഹരിണി, ഒരു വുമനാണ്, HARINI, ഹരിണി അമരസൂര്യ, AMARSURIYA. പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ. പിന്നെ വേറെ വേറെ ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. പിന്നെ സ്പോർട്സ് പേജിൽ പോകുമ്പോൾ ഈ ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റ് ഫോർ വിമൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ അതിന്റെ സെമി ഫൈനലിൽ കയറി, അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാം. ബോർഡർ ഗാവസ്കർ ട്രോഫി, ഇന്ത്യയും ഓസ്ട്രേലിയയും നമ്മളുടെ ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസിനാണ് ബോർഡർ ഗാവസ്കർ ട്രോഫി എന്നറിയപ്പെടുന്നത്. അലൻ ബോർഡർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഗ്രേറ്റിന്റെയും സുനിൽ ഗാവസ്കർ എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ഗ്രേറ്റിന്റെയും പേരിലാണ് ഈ ട്രോഫി അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ബോർഡർ ഗാവസ്കർ ട്രോഫി എന്നാണ് പറയുന്നത്. അത് തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസുകൾ. പിന്നെ സ്പോർട്സ് പേജിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വേൾഡിലെ നെക്സ്റ്റ് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ, അതായത് 18th പേജിലേക്ക് പോകുമ്പോൾ വേൾഡിലെ നമ്പർ 1 ഫീമെയിൽ ഗോൾഫ് പ്ലെയറിന്റെ പേര് കാണാം. നെല്ലി വിൻസ് LPGA അന്നിക്ക ഫോർ ഹെർ 7th ടൈറ്റിൽ ഓഫ് ദ സീസൺ എന്നൊരു ന്യൂസ് കാണാം. നെല്ലി കോർദയാണ് വേൾഡിലെ നമ്പർ 1 ഫീമെയിൽ ഗോൾഫ് പ്ലെയർ. വേൾഡിലെ നമ്പർ 1 ഫീമെയിൽ ഗോൾഫ് പ്ലെയർ ഈസ് നെല്ലി കോർദ. ഷീസ് ഫ്രം USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. വേറെ സയൻസ് പേജിൽ ഹൗ സസ്റ്റൈനബിൾ ഈസ് ഇന്ത്യസ് പാത്ത് ടു നെറ്റ് സീറോ വിത്ത് 45 years ലെഫ്റ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഞാനത് വായിച്ചു. അതെനിക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. ആക്ച്വലി ഇന്ത്യ 2070 ഇന്ത്യ നെറ്റ് സീറോ അച്ചീവ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉൾപ്പെടുന്ന ഡെവലപ്ഡ് നേഷൻസ് 2050 കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നത്. ബിക്കോസ് ദേ ആർ ഓൾറെഡി ഡെവലപ്ഡ് നേഷൻസ്. സോ USA, Britain, France, Germany, Japan, all these nations are developed. So they can achieve net zero before India. അപ്പോൾ അവർക്ക് 2050 അച്ചീവ് ചെയ്യാം. 2060 ചൈന കൊടുത്ത കമ്മിറ്റ്മെന്റ്, 2070 ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസ് കൊടുത്ത കമ്മിറ്റ്മെന്റ്. അപ്പൊ ഇന്ത്യക്ക് ഇനി 45 years ആണ് ഉള്ളത്. കാര്യം 2025 ഏതാണ്ടായി. അപ്പം 25 തൊട്ട് 2070 വരെ 45 years കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണമാണ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് വായിച്ചു, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. നാളെ നമുക്ക് ഇതുപോലെ വീണ്ടും, ഞാൻ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇന്ററാക്റ്റീവ് ബോർഡിലേക്ക് തിരികെ വരും. അതുവരെ നമുക്ക് ഇങ്ങനെ പോകാം.